ചേട്ടനില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ശോകമുഖമായിരുന്നേ. അല്ലെങ്കിൽ ആൾ രാവിലെ തന്നെ എൻ്റെ കൂടെ അടുക്കളയിൽ കാണുമേ. എന്തെങ്കിലുമൊക്കെ കഥയും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇളയ മോളെ വിളിക്കുന്ന സീനാണിത്. അവൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. മണി 7:45 നല്ല സുഖമായി കിടന്നുറങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് സുഖം അകത്ത് കയറി വരുന്നുണ്ട്. എന്നെ കാണുമ്പോൾ പുറത്തോട്ടിറങ്ങി പോകണമുണ്ട്. അപ്പോൾ ഇന്ന് ചീരത്തോരനും മീൻകറിയും ഒക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ചീരത്തോരൻ എന്ന് വെച്ചാൽ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ ഇന്നലെ എല്ലാം വാങ്ങി വെച്ചിട്ട് തന്നിട്ടാണ് പോയത്. അപ്പോൾ സാധാരണ ഞാൻ രാത്രി തന്നെ എല്ലാം അരിഞ്ഞിട്ട് വെക്കുന്നതാണ്. ഇത് പിന്നെ ഇന്നലെ ചേട്ടൻ പോയപ്പോൾ പിന്നെ എനിക്കൊന്നിനും വയ്യെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ചീര അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് അയ്യോ ഉള്ളി അതിലിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ കൂടെ ഉള്ളി അരിഞ്ഞിട്ട് ചീരയാകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ, അതിൻ്റെ കൂടെ ഉള്ളിയും കൂടെ വേവട്ടെ എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ ചോറ് നമ്മൾ കുക്കറിൽ വേവിച്ചു. ഇനി അടുപ്പത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണേ. അപ്പോൾ അതും അടുപ്പത്ത് വെച്ചു. പിന്നെ മീൻകറിയാണ് വെക്കുന്നത്. തേങ്ങയൊന്നും അരക്കാത്ത മുളക് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തക്കാളി, ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞിട്ടങ്ങ് അടുപ്പത്ത് വെച്ചു. അത് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇനി മീനെടുക്കാൻ. അപ്പോൾ അതിനിടയിൽ ഞാൻ മക്കളെ ചെന്ന് നോക്കിയതാണ് അവരൊക്കെ ഒരുങ്ങുന്നുണ്ടോ. കാരണം ഇന്ന് അച്ഛനില്ലാത്തതല്ലേ അല്ല. ഞാൻ തിരക്ക് കൂട്ടിയില്ലെങ്കിൽ അവരവിടെ ഇവിടെ ഇരുന്ന് സമയം കളയും. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങ് മാറുന്നതേനെ സുഖം അകത്തായിട്ട് കയറിയിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ചെറുപയർ കറിയാണ് വെക്കണത്. അപ്പോൾ പൂരിക്കുള്ള മാവ് ഞാൻ മുമ്പേ കുഴച്ച് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരത്തി ഉണ്ടാക്കേണ്ട ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനിടയിൽ ചോറൊക്കെ വെന്ത് ഞാൻ വാർത്തു. അപ്പോൾ മീൻ കറിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ കറി. അപ്പോൾ മക്കൾക്ക് 8:30 പോകണം. അപ്പോൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടി ചേട്ടൻ്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫുണ്ട്. അവൻ വരും. അപ്പോഴേക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. കാരണം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർക്ക് ഒരാൾക്ക് ഇളയവൾക്ക് ഭയങ്കര താമസമാണ് കഴിച്ചു വരാൻ. മൂത്തവൾ പെട്ടെന്ന് കഴിക്കും. മറ്റവളിങ്ങനെ ഇരുന്ന് കഴിച്ചു കൂട്ടും. അപ്പോൾ അതിനിടയിൽ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു. അതൊക്കെ അച്ഛൻ്റെ ജോലി ആയിരുന്നു. അച്ഛനുള്ളപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പം എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ തലയിലാണേ. അപ്പോൾ രാവിലത്തെ എനിക്കും കൂടെ പോകേണ്ടത് കൊണ്ടാണ് ഈ ധൃതി കാണിക്കുന്നത്. അപ്പോൾ 9 മണിയാകുമ്പോഴേക്ക് എൻ്റെ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. ഇളയവൾ ഒറ്റയ്ക്ക് മുടി കെട്ടും, പക്ഷേ ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടാമത് ഞാൻ അവൾക്ക് മുടി കെട്ടിക്കൊടുക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതിനിടയിൽ അവൾ പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തന്നു. രണ്ടുപേർക്കും വേണ്ടത് ആദ്യം ഞാൻ ഉണ്ടാക്കി, പിന്നീട് നമുക്ക് വേണ്ടത് പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ രണ്ടുപേരും എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടാണ് എന്നും പോണത്. അവർ വേറെ എന്ത് മറന്നാലും അത് മറക്കുകയില്ല. ഞാൻ അത്ര സീരിയസ് ആയി എടുത്തില്ലെങ്കിൽ അവർ ഓടി വന്ന് എവിടെയായിരുന്നാലും ഞാൻ ബാത്റൂം ഒഴികെ വേറെ എവിടെയാണെങ്കിലും ഓടി വന്ന് ഉമ്മ തന്നിട്ടേ അവർ പോകത്തുള്ളൂ. അങ്ങനെ അവർക്ക് ഹെൽമെറ്റൊക്കെ എടുത്ത് കൊടുത്ത്. അപ്പോൾ ആ പയ്യൻ റോഡിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു, വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ പോകുന്നതെന്ന് നോക്കി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞങ്ങ് പോയി. ഇനിയിപ്പം വൈകുന്നേരം 3:40 വീട്ടിലോട്ട് എത്തുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നു. അമ്മയ്ക്കും എനിക്കും വേണ്ട മുട്ട അടുപ്പത്ത് വെച്ചു. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് പോകുമ്പോൾ ഒരു സമാധാനമാണ് വൈകുന്നേരം വരുമ്പോഴേ. അല്ലെങ്കിൽ എല്ലാം കൂടെ വൃത്തികെട്ട അടുക്കള കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം എനിക്ക് വേറെ എവിടെയും കുഴപ്പമില്ല, അടുക്കള എപ്പോഴും നീറ്റായിട്ടിരിക്കണം. അപ്പോൾ അവസാനം ഒരു കുക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുകാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ അമ്മേൻ്റെ ചായയാക്കി എൻ്റെ ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് വെച്ചു. അമ്മയ്ക്കുള്ള പൂരിയും കറിയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ പിന്നെ ഞാൻ ഒരുങ്ങണം. അപ്പോൾ രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തല കുളിച്ചില്ല, മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് മുഖമൊന്ന് കഴുകി ഞാൻ ഒരുങ്ങിയേ. ഇന്ന് പേരൻറ്റ്സ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് ഒരുങ്ങിയത്. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഓഫീസിൽ ലഞ്ച് ബ്രേക്കിന് അവരുടെ സ്കൂളിലോട്ട് പോയിട്ട് പേരൻറ്റ്സ് മീറ്റിങ്ങിന് പങ്കെടുക്കണം. അപ്പോൾ അതിനിടയിൽ എൻ്റെ ലഞ്ച് ബോക്സും അമ്മേൻ്റെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഫുഡും കഴിച്ചു.